നമുക്ക് ഈ രാവിലെ ആയ പത്രങ്ങളിലെ വാർത്തകൾ എന്താണ്? പത്രം ഒന്ന് വായിക്കാതെ ഒരു സുഖം കിട്ടില്ല അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ പത്രങ്ങളിലെ വാർത്തകളുമായിട്ട് നമ്മോടൊപ്പം കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് എങ്ങനെയാണ് പത്രങ്ങളിൽ കാര്യമായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? PV അൻവർ ആണോ ആദ്യ പേജിൽ സ്ഥാനം പിടിക്കുന്നത്? ഗുഡ് മോർണിംഗ് എൽദോ, ഗുഡ് മോർണിംഗ് ആര്യ. എന്തായാലും ഇന്ന് എല്ലാ പത്രങ്ങളും, മലയാളത്തിലിറങ്ങിയ എല്ലാ പത്രങ്ങളിലും, ചില അപൂർവ പത്രങ്ങൾ ഒഴികെ, പ്രധാനപ്പെട്ട വാർത്ത PV അൻവർ ഇന്നലെ വെളിപ്പെടുത്തുമെന്ന് പറയാൻ പോയ വലിയ ഒരു അത്ഭുതമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലുമൊക്കെ ഞെട്ടലുള്ള വാർത്തകളൊക്കെ വരും എന്നൊക്കെ പ്രതീക്ഷയാണ്. അതിൽ അങ്ങനെ അല്ല ഉണ്ടായത്. ആ സംഭവം തന്നെയാണ്. അൻവറിൻ്റെ മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ച നടത്തിയത്, മുഖ്യമന്ത്രി അൻവർ നൽകിയ മറുപടി, അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ തന്നെയാണ്. അതിനെ പലതരത്തിലേക്കാണ് പത്രങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഹെഡിങ്ങുകൾ തന്നെ ഇന്ന് കൗതുകം നിറഞ്ഞ തലക്കെട്ടുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിവിൻ പോളി, സിനിമാ നടൻ നിവിൻ പോളിക്കെതിരെ ഉയർന്ന ഒരു സ്ത്രീപീഡന ആരോപണം, അതിന് നിവിൻ പോളി നൽകിയ മറുപടി, ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതും പ്രാധാന്യത്തോടു കൂടി തന്നെ മലയാള പത്രങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പശു കടത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ ഒരു ആളെ, ഒരു കൗമാരക്കാരനെ ദീർഘദൂരം പിന്തുടർന്ന് അടിച്ചു കൊന്ന ഒരു വാർത്തയും ഒട്ടുമിക്ക പത്രങ്ങളും ദേശീയ വാർത്തയിൽ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട പത്രങ്ങളിലേക്ക് തന്നെ നോക്കാം. ഒന്ന് മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ടും അത് തന്നെയാണ്. അൻവറിന്റെ യുദ്ധം അടക്കി, ADGPക്കെതിരായ നീക്കം ഒതുക്കി. എന്നാൽ അടക്കി ഒതുക്കി അൻവറിനെ നിർത്തി എന്നുള്ളതാണ്. അത് മനോഹരമായ ബൈജുവിൻ്റെ ഒരു കാർട്ടൂൺ കൂടി അതിൽ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇരിക്കുന്നു, മുഖ്യമന്ത്രി ഇരുന്നിട്ട് ADGPക്കെതിരായ പരാതി, ഗർ എന്നുള്ള ഒരു അൻവറിനെ കാണിച്ചിരിക്കുന്ന ഒരു കടുവയായിട്ടാണ്. പക്ഷേ അൻവറിൻ്റെ കടുവയുടെ പല്ലുകളെല്ലാം P ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി, പറിച്ച് ഒരു പാത്രത്തിലേക്ക് വരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്നു ഇനി വായിച്ചേ എന്ന് പറയുന്നു. അപ്പോൾ ഗർന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ വായിക്കുന്നത് പുലിയായി പോയാൽ പൂച്ചയായി മടങ്ങി എന്ന് പറയുന്നത് പോലെ പൂച്ചയുടെ മ്യാവ് മ്യാവുമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലും മനോരമയുടെ എഡിറ്റോറിയലൈസ് കൂടെ ചെയ്ത ആട്ടാണ് ആ വാർത്തയെ ഒന്നാം പേജിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായ ഇൻഷുറൻസ് കമ്പനിയിലുണ്ടായ ഒരു തീപിടുത്തം, ആ തീപിടുത്ത സമയത്ത് തന്നെ ആ തീപിടുത്തത്തിൽ ഒരു ദുരൂഹത, ഒരു സംശയം ഉയർന്നിരുന്നു. പക്ഷേ ആ ദുരൂഹത ശക്തമാക്കുന്നതാണ്. അവിടുത്തെ ഒരു ജീവനക്കാരിയും അവരുടെ മറ്റൊരാളും, ഒരു പുരുഷനുമാണ് മരിച്ചത്. ആ പുരുഷൻ അവരുടെ ഭർത്താവ്, അവരുമായി ബന്ധമുള്ള ആളാണെന്നും ഭർത്താവാണെന്നൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു കൊല, അവിടെ നിന്നൊരു കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. എന്നാലും ആ വഴിക്കുള്ള അന്വേഷണം നടക്കുന്നതിൻ്റെ വാർത്തകൾ മനോരമ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അകത്തെ പേജുകളിലും വളരെ വിശദമായി തന്നെ അൻവറിൻ്റെ, PV അൻവറിൻ്റെ വാർത്ത, എന്തുകൊണ്ടാണ് അൻവർ ഈ തരത്തിൽ പ്രതികരിക്കാതിരുന്നത്, അൻവറിൻ്റെ പ്രതികരണത്തിന് പിന്നിൽ എന്താണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മറ്റ് ഒരു രാഷ്ട്രീയത്തിന് ബാഹ്യ ഇടപെടൽ അക്കാര്യത്തിൽ ADGP അജിത് കുമാറിന് വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആരാണ് ഈ ബാഹ്യ ഇടപെടൽ എന്നത് ആ വാർത്തയിൽ മലയാള മനോരമ എവിടെയും പറയുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നത്. മാതൃഭൂമിയുടെയും പ്രധാന വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ PV അൻവറിൻ്റെ തന്നെയാണ്. എല്ലാം രാജിയായി എന്നൊരു തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഒന്നാം പേജിൽ മാതൃഭൂമി മറ്റൊരു വാർത്ത നൽകിയിരിക്കുന്നു. നേരത്തെയൊക്കെ വലിയ വിവാദമായതാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇപ്പോൾ വീണ്ടും ഇത്തരം വിവാദങ്ങളൊക്കെ, സ്വർണ്ണക്കടത്ത് വിവാദമൊക്കെ വീണ്ടും ADGPക്കെതിരെ ഉയർന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അൻവർ അത്തരം വിഷയങ്ങൾ കൂടി ഉന്നയിച്ച ഘട്ടത്തിൽ ആ വാർത്തയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടി വരുന്നത്. അതുകൊണ്ടാവണം മാതൃഭൂമി അത് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജുകൾ സ്കാൻ ചെയ്ത് പരിശോധിക്കാൻ നിയമപരമായ അധികാരമുണ്ടോ എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. ഇങ്ങനെ സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചത്, നയതന്ത്ര ബാഗുകൾ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതിന് നിയമപരമായ അവകാശമുണ്ടോ എന്നുള്ള ചോദ്യം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പശുക്കടത്ത് സംശയിച്ച് കൗമാരക്കാരനെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തയും, അത് ഹരിയാനയിലാണ്, ഫരീദാബാദിലാണ്. പശുക്കടത്ത് സംബന്ധിച്ച് 12ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഗോ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന സംഘം വെടിവെച്ചു കൊന്നു. ആര്യൻ മിശ്ര 19 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. ഈ വാർത്തയും പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. നിവിൻ പോളിയുടെ വാർത്തയും സ്വാഭാവികമായും മാതൃഭൂമിയും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. അകത്തെ പേജുകളിലും മാതൃഭൂമിയിൽ ഇതെല്ലാം സംബന്ധിച്ച വിശദമായ വാർത്തകൾ തന്നെയുണ്ട്. അൻവറിൻ്റെ ആരോപണങ്ങൾ കുറ്റസമ്മതപ്പേടിയിൽ തിടുക്കം ഒഴിവാക്കി എന്നുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റോറി കൂടിയാണ് മാതൃഭൂമി അകത്തെ പേജിൽ PK മണികണ്ഠൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അൻവറിൻ്റെ പരാതിയിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുത്താൽ അവിടെയെല്ലാം വലിയ തെറ്റ് സംഭവിച്ചു എന്നുള്ളൊരു സമ്മതിക്കലാവും. അതുകൊണ്ട് പതിയെ നടപടിയെടുക്കാമെന്നുള്ള നിലപാടിലേക്ക് പോയതാണ്, അല്ലാതെ ഇതിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയതല്ല എന്നുള്ള ഒരു രീതിയിൽ ഉള്ളൊരു വാർത്ത കൂടിയാണ് ഈ നൽകിയിരിക്കുന്നത് മാതൃഭൂമി. അതോടൊപ്പം തന്നെ നേരത്തെ മാതൃഭൂമി നൽകിയതാണ് വിചാരണ കാത്ത് അഴിമതി കേസുകൾ നിൽക്കുന്നത്. വിചാരണ കാത്ത് കേസുകൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ എണ്ണം എത്രത്തോളം കൂടുതലാണ് എന്നുള്ള സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അത് പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം
ഇന്നലെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ആരാണ് കലക്കിയതിന് ഉത്തരവാദി എന്ന സംശയം അന്നു മുതൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലൊക്കെ അത് പലതരത്തിൽ ബാധിക്കുകയൊക്കെ ചെയ്ത വിഷയമായിരുന്നു. ആ വിഷയത്തിൽ ഇന്നലെ അവിടെ മത്സരിച്ച VS സുനിൽകുമാർ തന്നെ വന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആരോപണമല്ല, അദ്ദേഹം പ്രധാനമായും പറയുന്നത് ആരാണ് കലക്കിയത്, അത് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയുന്നു. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് എവിടെ എന്നുള്ള ഒരു പ്രത്യേക വാർത്തയും അതിൽ മാതൃഭൂമി പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, നമുക്കിനി കേരള കൗമുദിയിലേക്ക് വന്നാൽ കേരള കൗമുദിക്കും 2 ഒന്നാം പേജാണ്. ഒരു ഒന്നാം പേജിൽ ജീവനക്കാരി വെന്ത് മരിച്ച സംഭവം, 2 പേർ മരിച്ചു എന്നുള്ളത്, അതിൻ്റെ ദുരൂഹതയും ഒക്കെ തന്നെയാണ് വാർത്തയായി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഹെലികോപ്റ്റർ കടലിൽ പതിച്ചു, മലയാളി പൈലറ്റ് ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടയിൽ കൂടിയായിരുന്നു മലയാളിയായ ഒരു പൈലറ്റ് ബിപിൻ ബാബു ഈ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ നാട്ടിലെത്തിക്കുന്നു. ഉച്ചയ്ക്കോട് സംസ്കാരം. ഗുജറാത്തിലെ പോർബന്ദറിൽ രക്ഷാദൗത്യത്തിനിടെ അടിയന്തര ലാൻഡിംഗ് ശ്രമിച്ച ഹെലികോപ്റ്റർ അറബിക്കടലിൽ പതിച്ച 3 കോസ്റ്റ് ഗാർഡുകാർ ഉദ്യോഗസ്ഥർക്ക് ദാരുണാന്ത്യം. ഇവരിൽ ഒരു മലയാളി പൈലറ്റും കോസ്റ്റ് ഗാർഡ് സീനിയർ ഡെപ്യൂട്ടി കമാൻഡറുമായ മാവേലിക്കര കണ്ടിയൂർ പാറക്കടവ് നന്ദനം വീട്ടിൽ ബിപിൻ ബാബു 39 ഉൾപ്പെടുന്നു എന്നുള്ള രക്ഷാപ്രവർത്തനത്തിനിടെയായിരുന്നു ഈ മരണം. കേരളത്തിൻ്റെ 2ാം പേജിൽ, രണ്ടാമത്തെ 1ആം പേജിൽ പ്രധാനമായും ഈ അൻവറിൻ്റെ വാർത്തകൾ തന്നെയാണ്. അവിടെയും മനോഹരമായ കാർട്ടൂൺ കൂടി നൽകിയിട്ടുണ്ട്. അത് സുജിത്തിൻ്റെ കാർട്ടൂണാണ്. സുജിത്തിൻ്റെ കാർട്ടൂൺ പുഴുക്കുത്തുകളെ വെച്ച് ഉറപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആദ്യ ഒരു സീനിൽ കാണുന്നത് MR അജിത് കുമാറാണ്. അജിത് കുമാറിനെ കണ്ട് മുഖ്യമന്ത്രി പറയുന്നു ഒരു പുഴു ഇരിക്കുന്നു തലയിൽ എന്നുള്ള പുഴു ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോഴേക്ക് അപ്പുറത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. P ശശിയെ നോക്കുമ്പോൾ P ശശിയുടെ ദേഹത്തു നിന്ന് മുഴുവൻ പുഴുക്കൾ പുറത്തിയാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ചിത്രം, അവിടുത്തെ ഫയലടക്കം പുഴുക്കൾ തിന്നുന്ന ഒരു കാർട്ടൂണാണ്. രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ സുജിത്ത് കേരളമതിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ബോംബ് ആവി വീണ്ടും വിലസാൻ ഉന്നതർ എന്നുള്ള ഒരു വാർത്ത കൂടി അവർ നൽകിയിരിക്കുന്നു. നിവിൻ പോളിയുടെ വാർത്തയും പ്രാധാന്യത്തോടു കൂടി 1ആം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ദേശാഭിമാനിയിലേക്ക് കടന്നാൽ സ്വാഭാവികമായും ദേശാഭിമാനി ഇങ്ങനെ ഒരു സർക്കാർ വിരുദ്ധ വാർത്തയ്ക്ക് 1ആം പേജിൽ ഇടം നൽകില്ല, അതിന് പ്രാധാന്യം നൽകില്ല. അതുകൊണ്ട് തന്നെ ദേശാഭിമാനി മറ്റൊരു വാർത്തയാക്കിയാണ് പ്രാധാന്യം നൽകിയത്. ഓണമാണ്, അതും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. കേന്ദ്രം പിടിച്ചുവെച്ചത് 3685 കോടി രൂപ എന്നുള്ളതാണ്. ഓണത്തിനും കടും വെട്ട് എന്നുള്ളതാണ്. ഓണത്തെ സംബന്ധിച്ച് കേരളത്തിലെ ക്ഷേമ പെൻഷൻ എല്ലാം കൃത്യമായി കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ഒരുപാട് ചെലവ് സർക്കാരിൻ്റെ ചിലവാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് പണം ചെലവഴിക്കേണ്ട സമയത്ത് വായ്പാ പരിധി വെട്ടിക്കുറച്ചതിലൂടെ വാർഷിക നഷ്ടം 10,000 കോടി, ഓണത്തിന് 3685 കോടി കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന കാരണം ഓണത്തിന് സർക്കാരിന് പണം ചെലവാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളൊരു പൊളിറ്റിക്കലായ വിവരവും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. അത് വളരെ വിശദമായി തന്നെ 1ആം പേജിൽ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. മംഗളം വന്നാൽ മംഗളത്തിലും കീഴടങ്ങിയത് ആര്, അൻവറിൻ്റെ വാർത്ത തന്നെയാണ് പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിചാരണ തടവ് അനന്തമായി നീളരുത്, സുപ്രീം കോടതി വാർത്ത. ഇപ്പോഴുടെ വാർത്ത, ഇപ്പോൾ അത് അങ്ങനെ നീണ്ടുപോകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണെന്നുള്ള സുപ്രീം കോടതിയുടെ വാർത്ത. നേരത്തെയും സുപ്രീം കോടതി സമാനമായ രീതിയിലേക്കുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. മറ്റൊന്ന്, നമുക്ക് ദീപികയിലേക്ക് കടന്നാൽ ദീപികയിലും നമുക്ക് കെട്ടടങ്ങുന്നു എന്നുള്ള ഒരു തലക്കെട്ടാണ് ദീപികയ്ക്ക് നൽകിയിരിക്കുന്നത്. അത് വാർത്ത ഇതുവരെ വലിയ തീയായി പടരേണ്ട ഒന്ന് കെട്ടടങ്ങി എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓണം ആണ്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം ജമന്തിപ്പൂ കൃഷി കേരളത്തിൻ്റെ പല ഭാഗത്തും വ്യാപകമായി തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആ കൃഷിയുടെ ഒരു ചിത്രം, ഒരു പൂക്കൾ വിടർന്നു നിൽക്കുന്ന മാവേലി റീൽസിലാണ് എന്നുള്ളതാണ്. റീൽസ് തരംഗമായപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ഒരു ക്യാപ്ഷൻ കൂടി ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം, അദ്ദേഹം ബ്രൂണയിൽ എത്തിക്കുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന അവിടുത്തെ ഇന്ത്യക്കാരാണ്. ബ്രൂണയിലൊക്കെ ഇന്ത്യക്കാർ കൂടിയുള്ള ഒരു രാജ്യമാണ്. അവിടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇന്ത്യക്കാർ ആവേശപൂർവ്വം എത്തുന്ന വാർത്തയുടെ ചിത്രം സഹിതം 1ആം പേജിൽ അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുക്രൈൻ നഗരത്തിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ ഇപ്പോഴും തുടരുകയാണ് യുദ്ധം. ആ യുദ്ധത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് വാർത്തയും 1ആം പേജിൽ തന്നെ ദീപിക നൽകിയിരിക്കുന്നു. നമുക്ക് മാധ്യമത്തിലേക്ക് കൂടി വേഗത്തിൽ കടന്നാൽ മാധ്യമത്തിലും മുഖ്യമന്ത്രിയെ കണ്ടു വിലക്കി വഴങ്ങി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ അൻവറിനെ സംബന്ധിച്ച തലക്കെട്ടുകൾ അതിമനോഹരമായ രീതിയിലും കൗതുകങ്ങൾ നിറച്ച തലക്കെട്ടുകളാണ് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ വാർത്തകളൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഇന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. കിരൺ ബാബു ആണ് പത്രവിശേഷങ്ങളുമായി ചേർന്നത്. എന്നാണെങ്കിലും ഈ PV അൻവർ തന്നെ പ്രധാനമായിട്ടും ആദ്യ പേജുകളിൽ ഇടം പിടിക്കുന്നു എന്നുള്ളത്.